ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാമല്ലോ, രവലോലിക്ക. എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഉള്ളതാണ് ഈ രവലോലിക്ക. ഇത് ഞാനൊരു അച്ചാറിട്ട് കാണിക്കും. അച്ചാറിടാനായിട്ട് ഇത്രയും രവലോലിക്ക എടുത്തിട്ടുണ്ട്. ഇത്ര രവലോലിക്ക, കുറച്ച് കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവ, നല്ലെണ്ണ, ഉലുവ വറുത്ത് പൊടിച്ചത്, കടുക് വറുത്ത് പൊടിച്ചത്. ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് അളവിൽ എണ്ണ എടുത്തിട്ട് ഈ നെല്ലിക്ക ഒന്ന് വഴറ്റണം നല്ലെണ്ണയ്ക്കകത്ത്. ഇത് നല്ലവണ്ണം കഴുകി തുണിയിൽ തുടച്ചതാണ്. നല്ല ഉണങ്ങിയിരിക്കണേ നല്ലെണ്ണ. നല്ലവണ്ണം കഴുകി തുണിയിൽ തുടച്ച എണ്ണയാണിത്. അപ്പോൾ ഇത് നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, അടുത്തടുത്ത് കുറച്ച് ഉലുവ ഇട്ടേ. ഉലുവ മൂത്തിട്ടുണ്ട്. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, ഇത് മൂന്നും കൂടെ നല്ലോണം സിമ്മിലാണ് വെച്ചേക്കുന്നത് തീ. ഇത് വഴണ്ട് വരുന്ന ആ സമയത്ത് നമുക്കൊരു ഇതിലോട്ട് ഒഴിക്കാനുള്ളൊരു വെള്ളം തിളപ്പിക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് 1 സ്പൂൺ കല്ലുപ്പിടണേ, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ വിനാഗിരി, ഇത്രയും കൂടെ തിളപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാൻ പോവാണേ. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പൊടികളൊക്കെ ചേർക്കാൻ. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ചതച്ച മുളക് 1 സ്പൂണ്, ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അടുത്ത് ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിച്ചത്. നമ്മൾ കടുവറക്ക ഉലുവ ഉപയോഗിച്ച്, എന്നാലും കുറച്ച് ഉലുവ പൊടിച്ചത്, കടുക് വറുത്ത് പൊടിച്ചതാണ്. കടുക് വറുത്ത് പൊടിച്ചത് 1 സ്പൂണ്. ഇതിലോട്ട് നമുക്ക് നെല്ലിക്ക ഇടാം. വഴറ്റി വെച്ച നെല്ലിക്കയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കായം, ആവശ്യത്തിനുള്ള കായം. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ ലൈക്കും ഷെയറും തരണം. സ്റ്റൗ കത്തിച്ച് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ഈ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിലോട്ട് ഒഴിക്കാം. 1-2 തിള വരണം. തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് പാകമാണോ നോക്കണം. നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, കായം ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് അച്ചാർ റെഡിയായി കഴിഞ്ഞിട്ട് നാളെ കുപ്പിയിലാക്കണം. നാളെ കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുപ്പി നല്ല അമർത്തി വെക്കണം. കുപ്പിക്കകത്ത് നെല്ലിക്ക ആക്കി നല്ലവണ്ണം അമർത്തണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1 തുള്ളി നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കണം. കൂട്ടത്തിൽ 1 അല്ലി വെളുത്തുള്ളിയും പൊട്ടിച്ച് അതിലോട്ടിട്ട് ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചെന്നാൽ നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ നല്ല മണവും ഉണ്ടാകും. അച്ചാർ 1 മാസം വരെ കേടാകാതിരിക്കും. ഇത് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൊട്ടിടാം. ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം.